നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബിൽഡിംഗ് കോൺട്രാക്ടർ കമൻസ് വർക്ക് ഓൺ എ പർട്ടിക്കുലർ കോൺട്രാക്ട് ഓൺ 1st April 2010. എക്സ്പെൻസസ് ഇൻകേർഡ് അപ് ടു 31st December 2010 were as follows. ഇവിടെ പറഞ്ഞ ബിൽഡേഴ്സ് കോൺട്രാക്ടേഴ്സ് അല്ലേ, അവരുടെ ഈ വർക്ക് ആരംഭിച്ച് കോൺട്രാക്ട് വർക്ക് ആരംഭിച്ച് 1st April 2010 1st April 2010 ദെൻ ഇവർ എക്സ്പെൻസസ് ഇൻകേർഡ് അപ് ടു നമ്മുടെ ഈ എക്സ്പെൻസസ് തരുന്നത് 31st December 2010 തരുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഒരു വർഷമില്ല അല്ലേ, ഏപ്രിൽ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ തരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 9 മാസത്തെ, ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 9 മാസമാണുള്ളത്. 9 മാസത്തെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ തരുന്നത്. മെറ്റീരിയൽ ഇഷ്യൂഡ്, ഈ സൈറ്റിലേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് ₹3,50,000 ₹3,50,000. ദെൻ വേജസ് ₹3,20,000. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ₹79,350. പ്ലാന്റ് പർച്ചേസിൽ എന്ന് വെച്ചാൽ പ്ലാന്റ് സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത് ₹40,000 40,000. ദെൻ പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എ സൂപ്പർവൈസർ വിത്ത് എ മന്ത്ലി സാലറി ഓഫ് ₹1,200 ഹാസ് സ്പെൻഡ് എബൌട്ട് ഹാഫ് ഓഫ് ഹിസ് ടൈം ഓൺ ദിസ് കോൺട്രാക്റ്റ്. എന്ന് വെച്ചാൽ ഈ കോൺട്രാക്റ്റ് വർക്കിന് ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. സൂപ്പർവൈസറിന് മന്ത്ലി സാലറി കിട്ടുന്ന ₹1,200. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടൈമിൻ്റെ ഹാഫ് ടൈം മാത്രമേ ഈ കോൺട്രാക്റ്റ് വർക്കിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളൂ അല്ലേ. അതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. എന്ന് വെച്ചാൽ സൂപ്പർവൈസർ സാലറി എക്സ്പെൻസസ് ആണ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ പറയുന്നത് പ്ലാന്റ് വിച്ച് കോസ്റ്റ് ₹5,000 വാസ് ലോസ്റ്റ് ഇൻ ആൻ ആക്സിഡൻറ്റ് ഓൺ 31st December അല്ലേ. ഒരു ₹5,000 പ്ലാന്റ് ലോസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ പ്ലാന്റ് വിച്ച് കോസ്റ്റ് ₹10,000 വാസ് റിട്ടേൺ ടു സ്റ്റോർസ്. ₹10,000 പ്ലാന്റ് സ്റ്റോർ റൂമിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. ₹10,000 പ്ലാന്റ് സ്റ്റോർ റൂമിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് സർട്ടൈൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹5,000 വിച്ച് വർ ഫൗണ്ട് അൺസ്യൂട്ടഡ് ഫോർ ദ കോൺട്രാക്ട് വർ സോൾഡ് ഫോർ ₹6,000. ഇവിടെ പറയുന്നത് ₹5,000 മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസ് നമ്മുടെ ഈ കോൺട്രാക്റ്റിന് വേണ്ടി സ്യൂട്ടബിൾ അല്ലാത്ത ഒരു മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൺട്രാക്റ്റ് വർക്കിന് വേണ്ടി സ്യൂട്ടബിൾ അല്ലാത്ത ₹5,000 മെറ്റീരിയൽസ് ഇവരെന്ത് ചെയ്തു, വിറ്റപ്പം കിട്ടിയത് ₹6,000 കിട്ടി. അതാണ് പറയുന്നത്. ₹5,000 മെറ്റീരിയൽസ് വിറ്റു, ₹6,000 കിട്ടി. ദെൻ ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് അൺസർട്ടിഫൈഡ് വാസ് ₹24,000. കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ കോൺട്രാക്റ്റ് വർക്ക് നടന്നു, പക്ഷേ സർട്ടിഫൈ ചെയ്യാത്തത് എത്രയാ, 24,000. എന്ന് വെച്ചാൽ വർക്ക് അൺസർട്ടിഫൈഡ് ₹24,000 ആണ്. ദെൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹31,000 വേർ ഇൻ ഹാൻഡ് ഓൺ സൈറ്റ്. അതുപോലെ മെറ്റീരിയൽ ഓൺ ഹാൻഡ് എത്രയാ, 31,000 ആണ്. പിന്നെ പറയുന്നത് ഇത് കോൺട്രാക്ട് പ്രൈസ് വാസ് ₹15 lakh. കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 15 ലക്ഷമാണ്. ദെൻ ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് അപ് ടു 31st December എമൗണ്ടഡ് ടു ₹8 lakh അല്ലേ. ഇവിടെ പറയുന്നത് ക്യാഷ് റിസീവ്ഡ് ക്യാഷ് കിട്ടിയിരിക്കുന്നത് എത്രയാ, 8 ലക്ഷം രൂപയാണ്. ബീയിങ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് വർക്ക് സർട്ടിഫൈ ചെയ്തതിൻ്റെ 80% ക്യാഷ് കിട്ടിയിരിക്കുന്നത് അല്ലേ. 80% ക്യാഷ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞ ചാർജ് ഡിപ്രീസിയേഷൻ അറ്റ് 20% പെർ ആനം ഓൺ പ്ലാന്റ്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് എത്രയാണ്, 20% പെർ ഇയർ ആണ്. പ്രിപ്പയർ കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എന്താ, ₹5,000 മെറ്റീരിയൽസ് ₹6,000 വിറ്റെന്ന് പറയുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുക. കോൺട്രാക്റ്റ് അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ എല്ലാ എക്സ്പെൻസസും എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുക. കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2010 നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ഓരോ എക്സ്പെൻസ് എഴുതും. ഇവിടെ മെറ്റീരിയൽ എത്രയാണ്, 3,50,000 നമ്മളിവിടെ എഴുതി, 3,50,000. വേജസ് ഇവിടെ നോക്കുക, വേജസ് 3,20,000, നമ്മൾ 3,20,000 എഴുതി.
ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്ര 73,350 നമ്മൾ 73,350 എഴുതി. ദെൻ പ്ലാന്റ് എത്രയാണ്? പ്ലാന്റിൻ്റെ എമൗണ്ട് 40,000 ആണ് അല്ലേ? 40,000 നമ്മളതിവിടെ എഴുതി. പ്ലാന്റിൻ്റെ വാല്യൂ 40,000. പിന്നെ ഒരു എക്സ്പെൻസസ് കൂടെ പറയുന്നുണ്ട്, സൂപ്പർവൈസർ സാലറി പറയുന്നുണ്ട് അല്ലേ? നമ്മൾ സൂപ്പർവൈസർ സാലറി എഴുതുക. ദെൻ മന്ത്ലി സാലറി 1,200 ആണ് അല്ലേ? മന്ത്ലി സാലറി 1,200 ആണ്. അപ്പോൾ നമ്മൾ 1,200 കൊടുക്കുക. 1,200. ദെൻ എന്താ, ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ സാലറി അല്ല, ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ടൈമും ഇദ്ദേഹം ഈ കോൺട്രാക്റ്റ് വർക്കിന് വേണ്ടിയല്ല ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ടൈമിൻ്റെ പകുതി മാത്രമേ ഈ വർക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ സാലറിയുടെ പകുതി മാത്രമല്ലേ ഈ കോൺട്രാക്റ്റിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല? എന്ന് വെച്ചാൽ ഈ സാലറി എന്ന് പറയുന്ന ഈ എക്സ്പെൻസസിൻ്റെ പകുതി മാത്രമേ നമുക്ക് ഈ കോൺട്രാക്റ്റിലേക്കും ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് മാസം കിട്ടുന്ന 1,200 ആണ്. അതിൻ്റെ പകുതി കാണുമ്പോൾ ഇൻറ്റു 1/2 അല്ലേ? 1,200ൻ്റെ പകുതി 1,200 ഇൻറ്റു 1/2. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പകുതി മന്ത്ലി സാലറി എടുത്തു. ഇനി എത്ര മാസം ഈ വർക്കുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ വർക്ക് വരുന്നത് 1 ഏപ്രിൽ മുതലാണ് അല്ലേ? 1 ഏപ്രിൽ മുതൽ ഡിസംബർ 31 വരെ 9 മാസമല്ലേ ഉള്ളൂ അല്ലേ? 9 മാസം. അപ്പോൾ ആ 9 മാസത്തെ സാലറി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മന്ത്ലി സാലറി 1,200. അദ്ദേഹത്തിൻ്റെ ടൈമിൻ്റെ പകുതി മാത്രമേ ഈ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാലറിയുടെ പകുതി 1/2 ഇൻറ്റു 9. അപ്പോൾ എത്ര കിട്ടും? 54. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 54 റുപ്പീസ് 5,400. അപ്പോൾ നമ്മൾ സൂപ്പർവൈസർ സാലറി എഴുതി അല്ലേ? നമ്മൾ എക്സ്പെൻസസ് എല്ലാം തന്നെ, വേറെ എക്സ്പെൻസസിൻ്റെ കാര്യമൊന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ലായിരുന്നു അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയപ്പം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ, നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എപ്പോഴും എഴുതുന്ന പോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് എന്താ, ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് എഴുതുക അല്ലേ? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് എഴുതുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡും ഉണ്ട്, വർക്ക് അൺസർട്ടിഫൈഡും ഉണ്ട്. ഫസ്റ്റ് എഴുതേണ്ട വർക്ക് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞ് എഴുതുക. ഇനി ക്വസ്റ്റ്യൻ നോക്കുക, വർക്ക് സർട്ടിഫൈഡിൻ്റെ കാര്യം എന്താ പറയുന്നത്. അപ്പം ഈ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കിയേ. ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് അപ് ടു 31 ഡിസംബർ എമൗണ്ടഡ് ടു റുപ്പീസ് 8 lakh അല്ലേ? 31 ഡിസംബറിൽ നമുക്ക് കോൺട്രാക്ടർക്ക് ക്യാഷ് കിട്ടിയിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ക്യാഷ് കിട്ടിയിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. ബീയിങ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ക്യാഷായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ എങ്ങനെ എഴുതുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് വർക്ക് സർട്ടിഫൈഡിൻ്റെ ശ്രദ്ധിക്കണേ, വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ക്യാഷ് കിട്ടിയിരിക്കുന്നത്. വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ക്യാഷ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ക്യാഷ് കിട്ടിയിരിക്കുന്നത് എത്രയാ? ക്യാഷ് കിട്ടിയിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. ക്യാഷ് കിട്ടിയിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കത്തിലേക്ക്. വർക്ക് സർട്ടിഫൈഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വർക്ക് സർട്ടിഫൈഡ് ഈസ് ഈക്വൽ ടു 8 ലക്ഷം ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80. എത്ര വരും? 8 ലക്ഷം ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80 എന്ന് പറയുന്നത് എത്ര വരും? കിട്ടുന്ന ആൻസർ 10 ലക്ഷമാണ് വരുന്നത്. 10 ലക്ഷം 10 lakhs ആണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ വർക്ക് സർട്ടിഫൈഡ് 10 ലക്ഷം. അപ്പോൾ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കിട്ടി. നമ്മൾ വർക്ക് സർട്ടിഫൈഡ് ഇവിടെ എഴുതി. അടുത്ത വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ കാര്യം എന്താ പറയുന്നതെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇതാ വർക്ക്, അതായത് കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് അൺസർട്ടിഫൈഡ് അല്ലേ? ബട്ട് അൺസർട്ടിഫൈഡ് വാസ് ₹24,000. വർക്ക് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ സർട്ടിഫൈ ചെയ്തിട്ടില്ലാത്ത 24,000ആണ്. വർക്ക് അൺസർട്ടിഫൈഡ് 24,000ആണ്. നമ്മൾ വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ 24,000 എഴുതി. വർക്ക് സർട്ടിഫൈഡിൻ്റെ കൂടെ വർക്ക് അൺസർട്ടിഫൈഡും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ആയല്ലേ? വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ? ഇനി നമ്മൾ എന്താ എഴുതണ്ടേ? നമ്മുടെ നേരത്തെ ഫോർമാറ്റ് നോക്കുന്ന, നേരത്തെ ഫോർമാറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ വീണ്ടും എഴുതേണ്ടത്. ഇനി എന്താ, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം ഫോർമാറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താ നമ്മൾ ഇനി ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരുന്നത്? മെറ്റീരിയൽ ലോസ്റ്റും പ്ലാന്റ് ലോസ്റ്റുമാണ് വരുന്നത് അല്ലേ? മെറ്റീരിയൽ ലോസ്റ്റും പ്ലാന്റ് ലോസ്റ്റും. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ലോസ്റ്റോ പ്ലാന്റ് ലോസ്റ്റിൻ്റെ കാര്യം എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ നോക്കുക, എന്താ മെറ്റീരിയൽ ലോസ്റ്റിൽ ഇതാ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, പ്ലാന്റ് വിച്ച് കോസ്റ്റ് ₹5,000 വാസ് ലോസ്റ്റ് ഇൻ ആൻ ആക്സിഡൻറ്റ് അല്ലേ? പ്ലാന്റ് ലോസ്റ്റ് ഉണ്ടല്ലേ? അപ്പം പ്ലാന്റ് 5,000 രൂപയുടെ പ്ലാന്റ് ലോസ് സംഭവിച്ചെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ നമ്മുടെ പ്ലാന്റ് ലോസ്റ്റാണ്. മെറ്റീരിയൽ ലോസിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എഴുതുക ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ഐറ്റമേ ഉള്ളൂ, മെറ്റീരിയൽ ലോസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഐറ്റമേ ഉള്ളൂ. നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുക. എന്നിട്ട് പ്ലാന്റ് ലോസ്റ്റ് ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ താഴെ എഴുതുക പ്ലാന്റ് ലോസ്റ്റ്. 5,000 രൂപയുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 5,000 രൂപയുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇനി അടുത്ത് നമ്മുടെ ഫോർമാറ്റ് പ്രകാരം എന്താ ഉള്ളതെന്ന് നോക്കുക അല്ലേ? മെറ്റീരിയൽ റിട്ടേൺഡ് അല്ലേ? മെറ്റീരിയൽ റിട്ടേണിൻ്റെ കാര്യം ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. മെറ്റീരിയൽ റിട്ടേണിൻ്റെ കാര്യമൊന്നും
അല്ലേ? ക്വസ്റ്റനിൽ വായിച്ചിട്ടൊന്ന് ദെൻ പ്ലാന്റ് റിട്ടേൺഡ് അല്ലേ? പ്ലാന്റ് റിട്ടേൺഡ് കാര്യം പറയുന്നുണ്ടല്ലോ ക്വസ്റ്റൻ്റെ. എത്രയാ പ്ലാന്റ് റിട്ടേൺ? ഇവിടെ നോക്കുക. ദ പ്ലാന്റ് വിച്ച് കോസ്റ്റ് റുപ്പീസ് 10,000 വാസ് റിട്ടേൺ ടു സ്റ്റോഴ്സ്. 10,000 രൂപയുടെ പ്ലാന്റ് സ്റ്റോർ റൂമിലേക്ക് തിരിച്ചയച്ചു. അപ്പോൾ നമ്മൾ പ്ലാന്റ് റിട്ടേൺഡ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ അടുത്ത് ഇവിടെ എഴുതുക ബൈ പ്ലാന്റ് റിട്ടേൺഡ്. പ്ലാന്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ പ്ലാന്റാണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്കറിയാം റിട്ടേൺ ചെയ്യുന്നതെന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുക. പ്ലാന്റ് റിട്ടേൺ 10,000 ആണ്. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് 10,000 ഇൻറ്റു എത്ര ശതമാനം ഡിപ്രീസിയേഷൻ? 20% ഡിപ്രീസിയേഷൻ ഇൻറ്റു എത്രയാ? എത്ര മാസത്തെയാ? 9 മാസത്തെയാണ്. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് പ്ലാനിൻ്റെ ഡിപ്രീസിയേഷൻ ഇവിടെ കണ്ടുപിടിക്കുന്നത്. റിട്ടേൺ ചെയ്യുന്ന പ്ലാനിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. റിട്ടേൺ ചെയ്യുന്നത് 10,000 രൂപയുടെ പ്ലാന്റാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പം 10,000 അല്ലേ? 10,000 രൂപയുടെ 10,000 ഇൻറ്റു എത്ര ശതമാനം ഡിപ്രീസിയേഷൻ? 20% ആണ്. അപ്പം 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എത്ര മാസത്തെയാണ്? ഇതാകെ നമ്മൾ ഈ പ്ലാന്റ് യൂസ് ചെയ്തത് 9 മാസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള 9 മാസം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 9 മാസത്തെ. അപ്പം 9 ഡിവൈഡ് ബൈ 12 ഈ രീതി വേണം എഴുതാൻ. 10,000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡിപ്രീസിയേഷൻ കിട്ടും. ഡിപ്രീസിയേഷൻ 1500 കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? ദെൻ പ്ലാന്റ് റിട്ടേൺഡ് അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. 1500 കിട്ടും. അപ്പോൾ 10,000 നിന്ന് 1500 പോയാൽ 8,500 വരും. 8,500 അല്ലേ? ഇനി ക്വസ്റ്റനിൽ നമ്മൾ നോക്കുക. ഇനി നമ്മൾ എഴുതേണ്ട അല്ലേ? ഫോർമാറ്റ് പ്രകാരം ഇനിയുള്ളത് മെറ്റീരിയൽ അറ്റ് സൈറ്റ് അല്ലേ? മെറ്റീരിയൽ അറ്റ് സൈറ്റ് നോക്കുക. ക്വസ്റ്റനിൽ നോക്കുക. മെറ്റീരിയൽ അറ്റ് സൈറ്റ് ദ മെറ്റീരിയൽ കോസ്റ്റിംഗ് റുപ്പീസ് 31,000 വേർ ഇൻ ഹാൻഡ് ഓൺ സൈറ്റ്. അല്ലെങ്കിൽ മെറ്റീരിയൽ ഓൺ ഹാൻഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത്. മെറ്റീരിയൽ ഓൺ ഹാൻഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ അറ്റ് സൈറ്റ് എത്രയാണ്? 31,000 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ലാസ്റ്റാണ് എഴുതിയത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ബൈ മെറ്റീരിയൽ ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31,000 എഴുതി. നമ്മുടെ ഫോർമാറ്റ് പ്രകാരം മെറ്റീരിയൽ ഇൻ ഹാൻഡ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അല്ലേ? മെറ്റീരിയൽ അറ്റ് സൈറ്റ് കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് അറ്റ് സൈറ്റ് വരുന്നത്. അപ്പം 31,000 വന്നു. 31,000 മെറ്റീരിയൽ ഇൻ ഹാൻഡ് 31,000. അടുത്തത് പ്ലാന്റ് അറ്റ് സൈറ്റ് ആണ് അല്ലേ? ഓക്കെ, പ്ലാന്റ് അറ്റ് സൈറ്റ്. പ്ലാന്റ് അറ്റ് സൈറ്റ് സാധാരണ രീതിയിൽ പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം തരുകയല്ല. ചിലപ്പം തരും, ചില സമയം മിക്ക സമയത്തും തരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റ് അറ്റ് സൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇവിടെ ഇഷ്യൂ ചെയ്തല്ലേ എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിൽ കാണിച്ച പ്ലാന്റില്ലേ, ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്ത പ്ലാന്റിൽ നിന്നാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പം ഡെബിറ്റ് സൈഡിൽ തന്ന പ്ലാന്റ് 40,000 രൂപയുടെ പ്ലാന്റാണ്. ആ പ്ലാന്റിൽ നിന്ന് എത്രയാണ് ലോസ് സംഭവിച്ചു? 5,000 രൂപയുടെ പ്ലാന്റ് ലോസ് സംഭവിച്ചു അല്ലേ? 5,000 രൂപയുടെ പ്ലാന്റ് ലോസ് സംഭവിച്ചത് നമ്മൾ കുറയ്ക്കണം. ദെൻ 10,000 രൂപയുടെ പ്ലാന്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. 10,000 രൂപയുടെ പ്ലാന്റ് റിട്ടേൺ ചെയ്തും കൂടെ ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്ലാന്റ് അറ്റ് സൈറ്റ് കിട്ടുന്നത് അല്ലേ? പ്ലാന്റ് അറ്റ് സൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്ത പ്ലാന്റിൻ്റെ വാല്യൂ, ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്ത പ്ലാന്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു? പ്ലാന്റിൻ്റെ വാല്യൂ 40,000 രൂപയായിരുന്നു. ഈ 40,000 നിന്ന് നമ്മൾ പ്ലാന്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ലോസ് ചെയ്ത പ്ലാന്റ് എത്രയാണ്? പ്ലാന്റ് ലോസ് സംഭവിച്ചത് ഇതുണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 5,000 രൂപയുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 5,000 പ്ലാന്റ് ലോസ്റ്റ് 5,000 രൂപയുടെയാണ്. 5,000 രൂപയുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ എത്ര വരും? 35,000 രൂപയുടെ പ്ലാന്റ് ഇനി കൈവശമുള്ളൂ. അതൊന്ന് റിട്ടേൺ സംഭവിച്ചല്ലോ. റിട്ടേൺ ലെസ് റിട്ടേൺ എത്ര രൂപയുടെ പ്ലാന്റ് നമ്മൾ റിട്ടേൺ ചെയ്ത് 10,000 രൂപയുടെ പ്ലാന്റ് റിട്ടേൺ ചെയ്തു. 10,000 രൂപയുടെ പ്ലാന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ എത്രയാണ്? 25,000 രൂപയുടെ പ്ലാന്റേ ഉള്ളൂ അല്ലേ? 25,000 രൂപയുടെ പ്ലാന്റ് ഇനി സൈറ്റിലുള്ളൂ. നമ്മൾ 25,000 രൂപയുടെ പ്ലാന്റാണ് കാണിക്കേണ്ടത്. ദെൻ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ എത്ര വരും ഡിപ്രീസിയേഷൻ? 25,000 രൂപയുടെ പ്ലാന്റാണ്. ഡിപ്രീസിയേഷൻ എത്ര വരും? ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 25,000 ആണ്. 25,000ൻ്റെ 20%. 20 ഡിവൈഡ് ബൈ 100. 20% ഇൻറ്റു എത്ര? 9 മാസത്തെ. 9 ഡിവൈഡഡ് ബൈ 12. ഇതാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ? 25,000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 12. അത് നമ്മൾ എഴുതിയത് പ്ലാന്റ് അറ്റ് സൈറ്റ്. പ്ലാന്റ് അറ്റ് സൈറ്റിൽ നിന്ന് 25,000 കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 40,000 രൂപയുടെ പ്ലാന്റ് ആയിരുന്നു ഇഷ്യൂ ചെയ്തത്. അതിൽ 5,000 രൂപയുടെ പ്ലാന്റ് ലോസ് സംഭവിച്ചു. അപ്പോൾ 35,000 രൂപയുടെ പ്ലാന്റേ ഉള്ളൂ. അതിൽ നിന്ന് 10,000 രൂപയുടെ പ്ലാന്റ് റിട്ടേൺ ചെയ്തു. അങ്ങനെ 25,000. 25,000 പ്ലാന്റ് അറ്റ് സൈറ്റ് 25,000. അത് 25,000. പിന്നെ അതിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക എങ്ങനെ? 25,000 ഇൻറ്റു 20%, 20% ഇൻറ്റു 9 ഡിവൈഡ് ബൈ 12. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3,750. അപ്പോൾ 25,000 നിന്ന് 3,750 കുറയ്ക്കുമ്പോൾ എത്ര വരും? 21,250. 21,250 കിട്ടി.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ നമ്മൾ എഴുതുന്നത് അല്ലേ. സാധാരണ രീതിയിൽ എൻ്റർ ചെയ്യുന്ന ഐറ്റംസ് ഇത്രയൊക്കെ തന്നെയാണ്. ഇനി നോക്കുക, ഇവിടെ ഒരു അഡീഷണൽ ഐറ്റം പറയുന്നുണ്ട് അല്ലേ. എന്താ, സർട്ടൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹5,000 വിച്ച് വെർ unsuited for contract, which were found unsuited for contract were sold for ₹6,000. 5,000 രൂപ വാല്യൂ ഉള്ള മെറ്റീരിയൽസ് വിറ്റു 6,000 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ സെയിൽസ് നടത്തുന്ന മെറ്റീരിയൽസ് സെയിൽസ് നടത്തുകയാണെങ്കിൽ റിയലൈസബിൾ വാല്യൂ മുഴുവൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. എന്ന് വെച്ചാൽ ബൈ സെയിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം 6,000. എന്നുവെച്ചാൽ മെറ്റീരിയൽസ് വിറ്റിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വില ചിലപ്പോൾ നമുക്ക് ലാഭത്തിലായിരിക്കാം കിട്ടുന്നത്, നഷ്ടത്തിലാകാൻ കിട്ടുന്നത്. എങ്ങനെ വന്നാലും നമ്മൾ മെറ്റീരിയലോ പ്ലാന്റോ എന്തെങ്കിലും സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയലൈസബിൾ വാല്യൂ എന്ന് വെച്ചാൽ സെയിൽസ് വാല്യൂ മുഴുവൻ നമ്മളിവിടെ കാണിക്കണം. അത് എത്ര എമൗണ്ട് ആണെങ്കിലും നമുക്ക് കൈ കിട്ടുന്നത്, അത് വിറ്റ് കഴിയുമ്പോൾ കൈ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് അത് നമ്മൾ ബൈ സെയിൽ ഓഫ് പ്ലാന്റ് എന്ന് പ്ലാന്റ് എന്ന് അല്ലെങ്കിൽ ഇവിടെ മെറ്റീരിയൽ ആയതുകൊണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുക 6,000. ഇനി പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കണം 6,000 അല്ലേ. പിന്നെ പറയുന്നുണ്ട് 5,000 രൂപയുടെ വാല്യൂ ഉള്ള മെറ്റീരിയൽ ആയിരുന്നു അല്ലേ. 5,000 രൂപ വാല്യൂ ഉള്ള മെറ്റീരിയൽ ആയിരുന്നു, വിറ്റപ്പോഴാണ് 6,000 രൂപ കിട്ടിയത്. കിട്ടിയ എമൗണ്ട് നമ്മളിവിടെ എഴുതി. അപ്പോൾ നമുക്ക് 1,000 രൂപ ലാഭമല്ലേ ഇവിടെ, 1,000 രൂപ ലാഭമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ലാഭം 1,000 രൂപ ലാഭം എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഡെബിറ്റ് സൈഡിൽ എന്താണ് കാണിക്കേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെറ്റീരിയൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് അതിൻ്റെ എന്താ പ്രോഫിറ്റ് എത്രയാണ് 1,000 കാണിക്കുക. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെറ്റീരിയൽ 1,000 എന്ന് പറഞ്ഞ് എഴുതുക. ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഫസ്റ്റ് ടോട്ടൽ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് 10,95,750 കിട്ടി. നമ്മളിവിടെയും 10,95,750 എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഓരോ ഐറ്റവും നമ്മൾ ഈ 10,95,750 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഡിഫറൻസ് നോഷണൽ പ്രോഫിറ്റ് കിട്ടുന്നു. നോഷണൽ പ്രോഫിറ്റ് നമ്മൾ 3,00,000 എന്ന് പറഞ്ഞത് 3,00,000 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് 3,00,000 എഴുതുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡിലുള്ള ഡിഫറൻസ് ആണ് 3,00,000 നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നു. നമ്മൾ എന്ത് ചെയ്യണം, നോഷണൽ പ്രോഫിറ്റിനെ നമ്മൾ താഴോട്ട് ബ്രോ ഡൗൺ ചെയ്ത് എഴുതണം. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതുക. 3,00,000 എന്ന് പറഞ്ഞ് എഴുതി. ഇനി എന്ത് ചെയ്യണം, നോഷണൽ പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം അല്ലേ. നോഷണൽ പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്, അതിന് മുന്നേ എത്രയാണോ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, ഈ വർക്ക് എത്രയാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് അറിയണം. എങ്കിലാണ് അതിനനുസരിച്ചാണ് നമ്മൾ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്ന് അറിയണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് എത്രയാണെന്ന് നോക്കുക. പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് എത്രയാണെന്ന് നോക്കുക. ഇങ്ങനെ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ്. കോൺട്രാക്റ്റ് പ്രൈസ് ഇൻറ്റു 100 എത്രയാണോ അതാണ്. വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ് ഇൻറ്റു 100. വർക്ക് സർട്ടിഫൈഡ് എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ, വർക്ക് സർട്ടിഫൈഡ് 10,00,000 ആണ്. 10,00,000 ഡിവൈഡഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ് 15,00,000 ആണ്. 15,00,000 ഇൻറ്റു 100. 10,00,000 ഡിവൈഡ് ബൈ 15,00,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞ് കിട്ടുന്നത് ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ 66.67% ആണ് കിട്ടുന്നത്. 66.67% കിട്ടും. എന്ന് വെച്ചാൽ നമുക്കറിയാം 1/2 നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് 1/2 കൂടുതലാണ്. 1/2 50%-നേക്കാളും അല്ലെ 50%-നേക്കാളും കൂടുതൽ എന്ന് വെച്ചാൽ 1/2 കൂടുതലാണ്. വർക്ക് കംപ്ലീറ്റ് ചെയ്തത് 1/2 കൂടുതലാണ് എങ്കിൽ അല്ലേ 50%-നേക്കാളും കൂടുതലാണെങ്കിൽ നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളത് എങ്ങനെ മാറ്റുന്നു, അതിന് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്. എന്താ, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ഇൻറ്റു 2/3 അല്ലേ. അപ്പം 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഈ ഇക്വേഷൻ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ദെൻ നോഷണൽ പ്രോഫിറ്റ്, ഈ ക്വസ്റ്റിന് നോഷണൽ പ്രോഫിറ്റ് എത്രയായിരുന്നു, 3,00,000 അല്ലേ. 3,00,000
ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് എത്രയാണ്? ഈ ക്യാഷ് റിസീവ്ഡ് 8 ലക്ഷമാണ്. 8 ലക്ഷം ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 10 ലക്ഷം. 10 ലക്ഷം അല്ലേ? 3 ലക്ഷം ഇൻറ്റു 2/3 ഇൻറ്റു 8 ലക്ഷം ഡിവൈഡ് ബൈ 10 ലക്ഷം. ഓക്കെ, 10 ലക്ഷം എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 1,60,000. 1,60,000 നമുക്കിവിടെ കിട്ടി. ഇതാ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് അല്ലേ? ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് എത്രയാണ്? 1,60,000 ആണ്. 1,60,000. ദെൻ ഇതിൻ്റെ ബാലൻസ് നമ്മൾ വീണ്ടും ബാലൻസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ 3 ലക്ഷമായിരുന്നു, ഇങ്ങോട്ട് നമ്മൾ 3 ലക്ഷം എഴുതുക. എന്നിട്ട് 1,60,000 ഈ 3 ലക്ഷത്തിൽ നിന്ന് 1,60,000 കുറയ്ക്കുക. അപ്പം നമുക്കിവിടെ എത്ര കിട്ടുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ് വന്ന് 1,40,000 കിട്ടും. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. വർക്ക് നോഷൻ പ്രോഫിറ്റിലേക്ക് മാറ്റേണ്ട 1,60,000 ആണ്. ബാക്കിയുള്ള 3 ലക്ഷത്തിൽ നിന്ന് 1,60,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവ് ആയിട്ട് കാണിക്കും. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നമ്മുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം ഈ 3 ടൈപ്സ് ഓഫ് പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്ത് പഠിക്കുക. ഇതുപോലത്തെയൊക്കെ പ്രോബ്ലം എക്സാമിന് വരുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.